ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്ത് സുമേഷ് തന്നെയാണ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടുന്നത്. അവിടെ പോയി എല്ലാം എഴുതി കൊടുത്ത് ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒക്കെ കൊടുത്ത് ഉത്തരവാദിത്വത്തോടു കൂടി നിധിയെ അവിടെ ഏൽപ്പിച്ചിട്ട് തിരികെ പോകുമ്പോൾ നിധി പുറകെ വന്ന് യാത്ര ചോദിക്കാനായിട്ട് വരുവാട്ടോ. ആ സമയത്ത് നിധിയോട് പറയുന്നുണ്ട് സുമേഷ്, മോളെ, ഇവിടെ നിനക്ക് എന്തായാലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിലും നീ ഈ ഏട്ടനെ വിളിക്കണം. പിന്നെ എന്തിനു പോകുന്ന 2 അനിയന്മാർ നിനക്കുണ്ട്, അത് നീ മറക്കരുത്. ആ ധൈര്യത്തോടു കൂടി വേണം നീ ജീവിക്കാനായിട്ട്. പിന്നെ എനിക്ക് ഇനി നിന്നാൽ തന്നെ സങ്കടം വരും എന്നും പറഞ്ഞ് സുമേഷ് അങ്ങ് കരയാൻ തുടങ്ങിയിട്ടോ. അത് കാണുമ്പോൾ തന്നെ നിധിക്കും കരച്ചിലായി. രണ്ടുപേരും അങ്ങോട്ട് പൊട്ടിക്കരയാണ്. അത് കഴിഞ്ഞിട്ട് സാരമില്ല മോളെ, കരയാതെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് തിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും സുമേഷ് ഒന്നുകൂടെ നിധിയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മോളെ, പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. സുധീഷ് നിന്നോട് ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം അവൻ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നോ ആരോട് എങ്ങനെ കാര്യം പറഞ്ഞ് അവതരിപ്പിക്കണമെന്നോ അവനറിയില്ല. അതിൽ പറ്റിപ്പോയതാണ്. മനസ്സിൽ ഇത്രയെങ്കിലും അവനോടൊരു ഇതുണ്ടെങ്കിൽ കുറച്ച് അവനെ ഒന്ന് ക്ഷമിക്കണം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതും ഉള്ളിൽ എനിക്കത് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ മോളോട്. മോക്കത് തോന്നുവാണെങ്കിൽ അവനോട് മനസ്സിലെങ്കിലും ക്ഷമ കൊടുക്കണം. കാരണം അവൻ പാവമാണ്. അവൻ മോളെ വിചാരിക്കും പോലെ ആവാസനോ കള്ളുകുടിയനോ അതുപോലെ ഇങ്ങനത്തെ സ്വഭാവക്കാരനോ ഒന്നുമല്ല. അറിവില്ലായ്മ കൊണ്ട് അവന് പറ്റിപ്പോയതാ. പിന്നെ ഓരോന്നും പറഞ്ഞ് തിരുത്താൻ ഞങ്ങൾക്ക് അമ്മയും ഇല്ലല്ലോ, ഞാനാണല്ലോ ഇവരെയൊക്കെ വളർത്തിയത്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണുമായിരിക്കും, അതിൽ സംഭവിച്ചു പോയതായിരിക്കും. മോളെ ക്ഷമിക്കണം എന്നും പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് സങ്കടപ്പെടാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞ് എന്താവശ്യമുണ്ടെങ്കിൽ മോളെ ഞങ്ങളെ വിളിക്കണം, അങ്ങോട്ട് വരണം, ഞങ്ങളും വരും ഇങ്ങോട്ട് കാണാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിരിയാണ്. വീട്ടിലാണെങ്കിൽ സുമേഷേട്ടനെ കാത്ത് സുധീഷും നികേഷും ഹരീഷും അച്ഛനും എല്ലാവരും ഇരിപ്പുണ്ട്. ഓട്ടോ വന്ന് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ്. നിധിയില്ല, സുമേഷേട്ടൻ മാത്രമേ ഉള്ളൂ. ഓടി വന്നിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടാ നിധി എന്തേ, അവൾ പോകുന്നില്ലേ? അവളെങ്ങനെ പോവാനാ? വീട് വിട്ട് അവൾ ഹോസ്റ്റലിലേക്ക് താമസം മാറാനല്ലേ പോയത്? ഉടനെ തന്നെ അവൾ കരഞ്ഞ് കാല് പിടിച്ച് തിരിച്ചു വരാനായിട്ട് അവൻ്റെ കൊച്ചുകുട്ടിയാണോ? എന്താടാ നീ പറയുന്നത്? ഓരോന്ന് ഒപ്പിച്ച് വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഏട്ടാ, ഞാനൊരു തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്ക്, അറിയാണ്ട് പറ്റിപ്പോയതാ. നിധി ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പൊട്ടി കരയാൻ തുടങ്ങി. നീ ഇനി കരഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും ഒന്നും കാര്യമില്ല സുധീഷേ. നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോളണം, ഒരു പെൺകുട്ടിയോട് സ്നേഹം അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല. സ്നേഹം എന്ന് പറയുന്നത് അത് ഉള്ളിൽ തട്ടി വരണം, മനസ്സിലായോ? അവൾക്ക് നീ സമയം കൊടുത്തില്ല. അവൾ ഞങ്ങളെല്ലാവരും ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ടു. നിന്നെ പക്ഷെ അങ്ങനെയല്ല അവൾ കണ്ടത്. പക്ഷെ ആ കണ്ടത് എങ്ങനെയാണെന്ന് അവൾക്ക് അത് തിരിച്ചറിയാനുള്ളതും അവളെ മനസ്സിലാക്കാനും ഒരു സമയം നിനക്ക് കൊടുത്തുകൂടായിരുന്നു. അതിനു മുമ്പ് ഒരു പെൺകുട്ടിയുടെ മുറിയിൽ കയറി ചെന്ന് അവളെ കടന്നു പിടിച്ച് അതിക്രമം കാണിച്ച് തൻ്റേതാക്കി മാറ്റുക എന്നുള്ളതല്ല ആണത്തം. ഇവിടെ നീ കള്ളിൻ്റെ പുറത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പക്ഷേ ആ കുട്ടി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിനക്കറിയോ? ഈ വീട്ടിൽ ആരെങ്കിലും, ഞങ്ങൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ആരെങ്കിലും ഈ വീട്ടിലേക്ക് കയറി വരുമായിരുന്നോ? ഞങ്ങളെ കണ്ടാൽ തന്നെ കാർക്കിച്ച് തുപ്പുന്ന രീതിയിലാണ് ഓരോരുത്തരും മുഖം തിരിച്ചു പോകുന്നത് അല്ലേ? എന്നിട്ടും ആ പെൺകുട്ടി അതൊന്നും വകവയ്ക്കാതെ നമ്മൾ 4-5 ആണുങ്ങളുള്ള വീട്ടിലേക്ക് ഒറ്റയ്ക്ക് അവൾ താമസിക്കാൻ വന്നത് എന്തുകൊണ്ട്? ഞങ്ങളെ വിശ്വസിച്ച് അല്ലേ? പോരാഞ്ഞിട്ട് അവൾ ഇവിടെ വന്നതിന് ശേഷം ഈ നാട്ടുകാരുടെ ആ സ്വഭാവ രീതികൾ പോലും മാറി. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സുമേഷ് സുധീഷിന് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി ബാക്കി എല്ലാവരും തകർന്നു പോയിട്ടുണ്ട്. സുധീഷ് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. എനിക്ക് ആ തെറ്റ് പറ്റിപ്പോയതാണ്, നിധിയെ ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഉറപ്പാണ്. അവൾ ഇവിടെ വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് പോകാനുള്ള മര്യാദയെങ്കിലും അവൾ കാണിച്ചല്ലോ. വേറെ ആരാണെങ്കിലും അതെങ്കിലും ചെയ്യുമോ? വേണമെങ്കിൽ അവൾക്ക് ഇറങ്ങി അപ്പം തന്നെ പോകാമായിരുന്നില്ലേ? എൻ്റെ ജോലി സ്ഥലത്ത് വന്ന് എന്നെ കണ്ട് ഞാൻ തന്നെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു അത്രയും മര്യാദയോടു കൂടിയാണ് ആ കുട്ടി അത് ചെയ്തത്. നമ്മൾ അതുകൊണ്ട് അവളെ ഇവിടെ പിടിച്ച് നിർത്താൻ പാടില്ല. അവൾക്ക് പോകണമെങ്കിൽ അവൾ പൊക്കോട്ടെ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, അവൾ ഇവിടെ നിൽക്കണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. അവൾക്കതൊരു ആവശ്യമേ അല്ലായിരുന്നു, അതുകൊണ്ട് അവൾ തിരിച്ചു പോയത്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. പിന്നെ നീ ഇനി ദയവേത് അവളുടെ പുറകെ നിന്ന് ശല്യപ്പെടുത്താനോ അതിനൊന്നും പോകരുത്. സമാധാനമായിട്ടിരിക്കുക. അവളുടെ മനസ്സിൽ എന്താണെന്ന് തീരുമാനിച്ചാൽ അവൾ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക്. ഞാൻ ഇനി ഇതിലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം കൊടുക്കാട്ടോ. സുധീഷ് തകർന്നു പോയി. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് അപ്പോഴാണ് സുധീഷ് മനസ്സിലാക്കുന്നത് കേട്ടോ. മാറിയിരുന്ന് അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. പക്ഷേ നിധി സുധീഷ് കാരണമാണ് പോയെന്നറിഞ്ഞൂടെ ഹരീഷും നിതീഷും ഭയങ്കര സങ്കടത്തിലായി, ദേഷ്യമായി. അവർ സുമേഷിൻ്റെ കൂടെ അകത്ത് പോവാണ് കേട്ടോ. രാത്രി അവർ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് നിതീഷിന് ഒരു തരത്തിൽ ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ സുമേഷ് ചോദിക്കുകയാണ്, എന്താടാ നീ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നത്? ചേച്ചി, ഏട്ടത്തി ഇനി വരില്ലല്ലേ? വരില്ല. നീ എന്താടാ കൊച്ചു കുട്ടിയാണോ? നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പിന്നെ നീ അത് ഈ സുധീഷ് ഏട്ടൻ കാരണമാണല്ലേ ഏട്ടത്തി പോയത്. എടാ നീ അങ്ങനെ പറയരുത്.
അവൻ ചെയ്ത തെറ്റൊക്കെ തന്നെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഏട്ടത്തെക്കുറിച്ച് ഇനി നീ അത് വരണം എന്നും പറഞ്ഞ് ഇവർ തമ്മിൽ ഇനി സുധീഷിൻ്റെ അടുത്തൊന്നും വഴക്കുണ്ടാക്കാൻ പോകരുത്. അവനാണ് അവളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ ഭാര്യയായിട്ട് കൊണ്ടുവന്നത്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ തീർത്തോളും. നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. നീ മനസ്സിലായോ ഞാൻ പറയണത്? നീ അതിൻ്റെ പേരിൽ നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. നീ കുട്ടിയൊന്നും അല്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ. നീ കിടന്ന് ഉറങ്ങിക്കേ. അങ്ങനെ നിതീഷിന് ചെറിയൊരു ഉപദേശവും വഴക്കവും കൊടുത്തിട്ട് കിടത്തി ഉറക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഹരീഷും വലിയ വിഷമത്തിലാണ്. പക്ഷേ സുധീഷാണെങ്കിൽ മാറിയിരുന്ന് പഴയ കാര്യങ്ങൾ നിധിയുമായിട്ട് ഒരുമിച്ചുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നല്ലോ, അത് എല്ലാം ഓർത്ത് അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. അങ്ങനെ എന്നാൽ പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ നിധിക്കും വീട്ടിൽ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഒറ്റപ്പെട്ട് പോയൊരു തോന്നലുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ നിധി രാവിലെ എണീക്കുകയാണ്. എണീറ്റിട്ടും ഒന്നിനൊരു ഉന്മേഷമില്ല. എണീക്കുമ്പോൾ തന്നെ വീട്ടിലെ കാര്യങ്ങളാണ് ഓർക്കുന്നത്. ഇവരെല്ലാവരും വെള്ളം കോരി ഒഴിച്ച് ഉണർത്തുന്നതും രാവിലത്തെ ചായ ഉണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റുള്ള ഒരു ബഹളമാണല്ലോ അവിടെ. അതൊക്കെ ഓർത്ത് നിധി വല്ലാതെ ഒരു മിസ് ചെയ്യുന്ന ഒരു രീതിയിൽ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. കുളിക്കാൻ വേണ്ടി തോർത്തെടുക്കണമെങ്കിലും കുളിക്കാൻ പോകാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ടതുപോലെ അവിടെ ഇരിക്കുക. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ വീട്ടിലും. എല്ലാവർക്കും ഒരു വല്ലാത്ത ഒരു മന്ദതയും മൂകതയും ഒക്കെ തന്നെ, ജോലി ചെയ്യാൻ തോന്നുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷേ രാവിലെ തന്നെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സൈക്കിൾ എടുത്തുകൊണ്ട്. നേരെ നമ്മുടെ നിധി താമസിക്കുന്ന ആ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നിധിയാണെങ്കിൽ ജനലൊന്ന് തുറക്കാമെന്ന് പറഞ്ഞ് തുറക്കുമ്പോൾ തന്നെ റോഡിൽ അച്ഛൻ സൈക്കിളോട് നിൽക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ നിധി ഓടി വരുന്നുണ്ട് അച്ഛനെ കാണാനായിട്ട് താഴെ. അങ്ങനെ അച്ഛൻ വന്ന് കാര്യങ്ങളുടെ സത്യാവസ്ഥ പറയാം. മോള് തിരിച്ചു വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മോളൊരു കാര്യം മനസ്സിലാക്കണം. അവനായിട്ടത് ചെയ്തതല്ല, അവൻ്റെ കള്ളിൻ്റെ പുറത്ത് ചെയ്തതാണ്. പോരാഞ്ഞിട്ട് നിന്നോട് അവന് ഒരുപാട് ഇഷ്ടമുണ്ട്. അതവന് നിന്നോട് പറയാനും പറ്റുന്നില്ല. അവൻ പലതവണ എന്നോടും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാനാണ് അവനെ കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കിയത്. നീ അവളോട് ഇങ്ങനെയല്ല ഇടപഴകേണ്ടത്, കുറച്ചുകൂടി അടുത്ത് ഇടപഴകണമെന്നും അവളോട് കൂടുതൽ ഈ കാര്യങ്ങൾ പറയണമെന്നൊക്കെ നല്ല രീതിയിലൊരു ഉപദേശമാണ് കൊടുത്തത്. കള്ളിൻ്റെ പുറത്ത് അവ കേട്ടത് വേറെ രീതിയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരും കേട്ടോ. നിധി പറയുന്നുണ്ട്, കൊള്ളാം നല്ല അച്ഛൻ. ഏതെങ്കിലും അച്ഛന്മാർ മക്കളോട് പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ പറഞ്ഞു കൊടുക്കും അച്ഛാ? നിങ്ങളൊരു നല്ല സത്യസന്ധനായ നല്ലൊരു അച്ഛനാണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് അച്ഛന് ശരിക്കും വഴക്ക് നിധി കൊടുക്കുക കേട്ടോ. നിധി അങ്ങനെ അച്ഛനിൽ നിന്ന് ശരിക്കുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണ് സുധീഷ് അന്ന് രാത്രി തന്നോട് ഇങ്ങനെ മോശമായി പെരുമാറിയെന്ന് കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡ്. വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്